കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറിൽ 2024 ചോദിച്ചിട്ടുള്ള 8ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഈസ്റ്റ് കമ്പനി ലിമിറ്റഡ് ഈസ് സ്റ്റഡിയിങ് ദി പോസിബിൾ അക്വിസിഷൻ ഓഫ് ഫോസ്റ്റ് കമ്പനി ലിമിറ്റഡ് ബൈ വേ ഓഫ് മെർജർ. ഓക്കെ, the following are available in respect of the companies. Particulars: East Company Limited, First Company Limited. Earning after tax 2,60,000. Number of equity shares 40,000, 10,000. Market value per share 15, 12. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: if the merger goes through by exchange ഓഫ് ഇക്വിറ്റി ഷെയർ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടാണ് മെർജർ നടക്കുന്നതെങ്കിൽ, ആൻഡ് ദി എക്സ്ചേഞ്ച് റേഷ്യോ ഈസ് ബേസ്ഡ് ഓൺ കറണ്ട് മാർക്കറ്റ് പ്രൈസ്, അതായത് ഇതാണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ്, ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എക്സ്ചേഞ്ച് റേഷ്യോ വരുന്നതെങ്കിൽ ന്യൂ ഏർണിംഗ് പെർ ഷെയർ എന്തായിരിക്കും ഈസ്റ്റ് കമ്പനിയുടേത്? വാട്ട് ഈസ് ദി ന്യൂ ഏർണിംഗ് പെർ ഷെയർ ഫോർ ഈസ്റ്റ് കമ്പനി ലിമിറ്റഡ് എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്? ഫോസ്റ്റ് കമ്പനി ലിമിറ്റഡ് വാണ്ട്സ് ടു ബി ഷുവർ ദാറ്റ് ദി ഏർണിങ്സ് അവൈലബിൾ ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് വിൽ നോട്ട് ബി ഡിമിനിഷ്ഡ് മെർജർ. ഓക്കെ, അതായത് ഈ ഏർണിങ്സ് എന്ത് ചെയ്യാൻ പാടില്ല, ഫോസ്റ്റ് കമ്പനിക്ക് കിട്ടുന്ന ഏർണിങ്സ് കുറയാൻ പാടില്ല മെർജറിലൂടെ എന്നുള്ളതാണ്. വാട്ട് ഷുഡ് ബി ദി എക്സ്ചേഞ്ച് റേഷ്യോ ഇൻ ദാറ്റ് കേസ്? അങ്ങനെയാണെങ്കിൽ എക്സ്ചേഞ്ച് റേഷ്യോ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമത്തെ ഇതിൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് വരുന്നത്, അവിടെ എക്സ്ചേഞ്ച് റേഷ്യോ വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സ്ചേഞ്ച് റേഷ്യോ ജസ്റ്റ് ആദ്യം ഒന്ന് കണ്ടെത്താം. എക്സ്ചേഞ്ച് റേഷ്യോ എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഫസ്റ്റ് ഷെയർ ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഈസ്റ്റ് ഷെയർ ആണ്. ഓക്കെ, അതായത് ഈസ്റ്റ് ഷെയർ ഫസ്റ്റ് ഷെയറിനെ അക്വയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മാർക്കറ്റ് പ്രൈസ് ഓഫ് ഫസ്റ്റ് ഷെയർ എന്ന് പറയുന്നത് 12 ആണ്. ദെൻ ഈസ്റ്റ് ഷെയറിന് എത്രയാണ്? 15 ആണ്. അപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് റേഷ്യോ എത്ര കിട്ടും? 0.8 എന്ന് കിട്ടും. ഓക്കെ, ഇനി ന്യൂ ഷെയർസ് ഇഷ്യൂഡ് ബൈ ഈസ്റ്റിന് ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന എത്രയാണ്? 10,000 ഇൻറ്റു നമ്മുടെ എക്സ്ചേഞ്ച് റേഷ്യോ 0.8, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? 80,000 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ മെർജറിന് ശേഷം മൊത്തം എത്ര ഷെയർ വരും? 40,000 ഓൾറെഡി ഈസ്റ്റ് കമ്പനിയിൽ ഉള്ളതായിരുന്നു, 8,000 അക്വിസിഷൻ്റെ ഭാഗമായിട്ട് വരുന്നു. ടോട്ടൽ എത്ര വരും? 48,000 ഷെയർസ് വരും. ഓക്കെ, ടോട്ടൽ ഏർണിങ്സ് എന്ന് പറയുന്നത് 2 lakh ഈസ്റ്റിൻ്റെതും 60,000 ഫോസ്റ്റിൻ്റെതുമാണ്. ടോട്ടൽ ഏർണിങ്സ് എത്രയാണ്? 2,60,000 ആണ്. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. 60,000, അതേപോലെ 2 lakh, അതേപോലെ 60,000 എന്ന് പറയുന്നത്. ഇനി ഇവിടെ ന്യൂ EPS എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഷെയർ ആണ്. ടോട്ടൽ ഏർണിങ്സ്, ഓക്കെ, അതായത് TE, ടോട്ടൽ ഏർണിങ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ ഷെയർ ആണ് എന്ത്? EPS എന്ന് പറയുന്നത്. ടോട്ടൽ ഏർണിങ്സ് ഇവിടെ എത്രയാണ്? 2,60,000 ആണ്. 48,000 ആണ് ടോട്ടൽ ഷെയർ. അപ്പോൾ നമുക്ക് ന്യൂ EPS എന്ന് പറയുന്നത് 5.42 എന്ന് ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു? ഫോസ്റ്റ് കമ്പനി വാണ്ട്സ് ടു ബി ഷുവർ ദാറ്റ് ദി ഏർണിങ്സ് അവൈലബിൾ ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് വിൽ നോട്ട് ബി ഡെമിനിഷ്ഡ് മെർജർ എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ നമ്മൾ മാർക്കറ്റ് പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സ്ചേഞ്ച് റേഷ്യോ കാണാൻ പറ്റൂല. അങ്ങനെയാകുമ്പോൾ ആ ഒരു ഷെയർ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ EPS രണ്ട് കേസിലും നിലവിലുള്ളത് കണ്ടെത്തുന്നു. ഈസ്റ്റ് കമ്പനിയുടെ കേസിൽ 2 lakh ആണ് അതിൻ്റെ ഏർണിങ്സ് വരുന്നത്, 40,000 ആണ് ഷെയർ വരുന്നത്. അതിൻ്റെ EPS എത്ര വരും? 5 എന്ന് കിട്ടും. ഇനി ഫോസ്റ്റ് കമ്പനി ലിമിറ്റഡ് കേസിൽ 60,000 ആണ് ടോട്ടൽ ഏർണിങ്സ് വരുന്നത്, 10,000 ആണ് അതിൻ്റെ ഷെയർ വരുന്നത്. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് EPS കിട്ടും. അപ്പോൾ എക്സ്ചേഞ്ച് റേഷ്യോ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ, അതായത് എങ്ങനെയാണ് EPS ഏതിൻ്റെ കണ്ടെത്തി? നമ്മൾ ഈസ്റ്റ് കമ്പനിയുടേത് കണ്ടെത്തി, അതേപോലെ തന്നെ ഫോസ്റ്റ് കമ്പനിയുടെയും EPS കണ്ടെത്തി. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ 5, ഫോസ്റ്റിൻ്റെ 6 ആണ്, ഡിവൈഡ് ബൈ 5, ഈസ്റ്റിൻ്റെ എത്രയാണ്? EPS 5 ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സ്ചേഞ്ച് റേഷ്യോ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? എക്സ്ചേഞ്ച് റേഷ്യോ എത്ര കിട്ടും? 1.20 എന്ന് കിട്ടും. ഇപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് ബൈ ഈസ്റ്റ് കമ്പനി എത്രയായിരിക്കും? 10,000 ഇൻറ്റു 1.20, അതായത് 12,000 എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ,
ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ ആഫ്റ്റർ അക്വിസിഷൻ എത്രയായിട്ട് മാറും? നേരത്തെ ഈസ്റ്റ് കമ്പനിയിൽ ഉണ്ടായിരുന്ന 40,000ഉം 12,000 പുതുതായിട്ട് അക്വയർ ചെയ്യുന്നതും ടോട്ടൽ എത്ര വരും? 52,000 എന്ന് പറയും. അപ്പോൾ EPS ആഫ്റ്റർ മെർജർ എങ്ങനെയാണ്? 2,60,000 നമ്മുടെ മൊത്തം ഏർണിങ്സ്, ടോട്ടൽ ഷെയർ ഇപ്പം വരുന്നത് 52,000. അപ്പോൾ EPS എത്രയാണ് കിട്ടുന്നത്? 5 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് കമ്പനിക്ക് എത്രയാണ്? അതാണ് ചോദിച്ചത്. ഫസ്റ്റ് കമ്പനിയുടെ ഇൻകം എന്ത് ചെയ്യാൻ പറ്റൂല? ഡിമിനിഷ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് ക്വസ്റ്റനിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കമ്പനിയുടെ ഏർണിങ്സ് എത്രയായിട്ട് മാറും? നമ്പർ ഓഫ് ഷെയർ ഇൻറ്റു EPS. നമ്പർ ഓഫ് ഷെയർ നമ്മൾ കണ്ടെത്തിയത് എത്രയാണ്? 12,000 ആണ് നമ്പർ ഓഫ് ഷെയർ കണ്ടെത്തിയത് ഫസ്റ്റ് കമ്പനിയുടെ. അപ്പോൾ 12,000 ഇൻറ്റു EPS എത്രയാണ് ഇവിടെ കണ്ടെത്തിയത്? 5 ആണ്. അപ്പോൾ 12,000 ഇൻറ്റു 5 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 60,000 എന്ന് ഏർണിങ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിന് വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. വീണ്ടും കാണാം. താങ്ക് യു.